കൂട്ടുകാരെ, മാലയോഗം 36-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കവിതയുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? ആ പുതിയ വീട്ടിലേക്ക് അവൾ കാലെടുത്ത് വെച്ചു. അവൾക്ക് ഉത്കണ്ഠയാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? നമുക്കറിയാത്തൊരിടത്തേക്ക് ഇനി എങ്ങനെ അവൾ സെറ്റാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. കവിത ഒരു പെണ്ണല്ലേ, അവൾക്കും ആവശ്യമുണ്ടാവും. നമുക്കിനി എന്താ അവസ്ഥ എന്ന് നോക്കാം. ഈശ്വര, ഈ പേച്ചുകളുണ്ടോ ഇവൾക്കൊപ്പം? മേഘനയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ സൗപർണിക പറയുമ്പോൾ അവർ നെഞ്ചിൽ കൈവച്ചു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും ആരൊക്കെയോ പിടിച്ചു താങ്ങി വിജയലക്ഷ്മിയെ ഹാളിലെ മരസോഫയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഭരതനും കവിതയും അവരുടെ ഇരുഭാഗത്തായിരുന്നു. മേഘന മധുര പലഹാരങ്ങൾ പലവിധമുള്ള ഒരു വലിയ തട്ടുപാത്രം അവർക്ക് മുമ്പിൽ കൊണ്ടുവച്ചു. അമ്മേ, ഇതിൽ നിന്നും കുറച്ചെടുത്ത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വായിൽ കൊടുത്തോളൂ. അതിൽ നിന്നൊരു ലഡു എടുത്ത് വിജയലക്ഷ്മിയുടെ കൈകളിൽ കൊടുക്കുന്നതിനിടെ മേഘന അവരുടെ കാതിൽ പറഞ്ഞു. പാടെ വിജയലക്ഷ്മി എല്ലാവരെയും അങ്കലപ്പോടെ നോക്കി. നുള്ളിയെടുത്ത ലഡു ആദ്യം തന്നെ തൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഭരതനും ശേഷം കവിതക്കും നൽകി. ഓരോ കോപ്രായങ്ങൾ! ഇതൊന്നും ഈ തറവാട്ടിൽ പതിവുള്ളതല്ല. വിശ്വോട്ടൻ എന്നെ കെട്ടി വരുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ഇതൊന്നും. നിനക്ക് കിട്ടിയോടി? സൗപർണിക കുശുമ്പോടെ ഭിത്തിയിലേക്ക് ചാരി. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഏട്ടത്തി. പെണ്ണും ചെക്കനും വീട്ടിലേക്ക് കയറി വരുമ്പോൾ മധുരം കൊടുത്ത് സ്വീകരിക്കും. അതിപ്പോൾ ഒരു ചടങ്ങാ. മേഘന മെല്ലെ മറുപടി നൽകുമ്പോഴും അവൾ ഭരതനെയും കവിതയെയും നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഓ, മധുരവും തേനും കൊടുത്ത് സൽക്കരിക്കാൻ പറ്റിയ മുതൽ. ഇവൾ കാരണം പട്ടിണിക്കോലങ്ങളൊക്കെ ഈ മഠത്തിനകത്ത് കയറി. പല്ല് ഞെരിച്ചുകൊണ്ട് പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് സൗപർണിക അവിടെ നിന്നും പിൻവാങ്ങി. സ്കൂളിലെ പ്രവർത്തകർ യാത്ര പറയാൻ വിളിക്കുന്നുവെന്ന് കൃഷ്ണനുണ്ണി വന്ന് പറഞ്ഞതോടെ ഭരതൻ കവിതയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. അതോടെ കവിതയുടെ കൈപിടിച്ച് മേഘന മരത്തിൻ്റെ ഗോവണിപ്പടികൾ കയറാൻ തുടങ്ങിയതോടെ ഉണ്ണിമായയും നിമിഷയും പിറകെ പോയി. പടി കയറി വരുമ്പോഴേ മുല്ലപ്പൂവിൻ്റെ വശ്യഗന്ധം അവരുടെ നാസികയെ മയക്കിയിരുന്നു. ഭരതൻ്റെ മുറിയിലേക്ക് കയറിയതും ആ മുറിയെ മുല്ലപ്പൂവിനാൽ അലങ്കരിച്ചത് കണ്ട് അതിശയവും ഒപ്പം ചിരിയും പൊട്ടി. ഇതെന്താടി, പൂമഞ്ചലോ? പിറകിൽ അന്തം വിട്ട് നിൽക്കുന്ന നിമിഷയുടെ ചോദ്യം കേട്ട് ഉണ്ണിമായ്ക്ക് ചിരി നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. അവർ മിഴികൾ ഒരു കരം കൊണ്ട് അടച്ചു പിടിച്ച് മേഘന കാണാതിരിക്കാൻ പുറംതിരിഞ്ഞു നിന്നു. ചിരി ഒരു വിധം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ അവൾ അവർക്ക് മുൻവശത്തായി വന്നു നിന്നു. കവിതയും ആ മുറി ഒന്നാകെ കണ്ണോടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കിൽ പിറകിലുള്ള രണ്ടെണ്ണം ചിരിച്ചു ചാവുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. കിടക്കുന്ന കട്ടിലിനും ചുറ്റും കട്ടിലിൻ്റെ 4 മൂലയിൽ നിന്ന് ഉയർന്ന മരത്തൂണിലും ഭിത്തിയിലും മുല്ലപ്പൂവും ഇടയ്ക്കിടെ റോസാപ്പൂവും വെച്ച് കോർത്ത മാലകൾ തൂക്കിയാണ് ആ മണിയറ ഒരുക്കിയിട്ടുള്ളത്. ഭരതന് മുല്ലപ്പൂ വലിയ ഇഷ്ടമാണ്, പക്ഷേ ഇതിത്തിരി ബോറായല്ലേ? മേഘന കവിതയുടെ കൈത്തണ്ടയിൽ പിടിച്ച് ബെഡിലിരുത്തി. ഇത്തിരിയല്ല ഏട്ടത്തി, കുറച്ചധികം ബോറായി. നിമിഷ പറഞ്ഞതും വീണ്ടും ഒരു കൂട്ടച്ചിരിക്ക് തിരികൊളുത്തി. നിങ്ങൾ സംസാരിച്ചിരിക്ക്, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, അവിടെ പണിയുണ്ടേ. സാരി തലപ്പ് മടക്കി നെഞ്ചോട് ചേർത്ത് വെച്ച് മേഘന പടികൾ ഇറങ്ങിപ്പോയി. ഈ ഏട്ടത്തി പാവാണല്ലേ. മറ്റേതേതാ ആ സർപ്പം? എനിക്കതിൻ്റെ മോന്ത കണ്ടപ്പോഴേ ഒന്ന് പൊട്ടിക്കാനാ തോന്നിയത്. നിമിഷ കൈകൊണ്ടടിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു ക്രോധത്തോടെ പറഞ്ഞു. നീ ഓരോന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തല്ലേ. ഓരോ ആളുകളും ഓരോ സ്വഭാവക്കാരല്ലേ. നമ്മൾ ഇച്ഛിച്ച പോലെ അവർ പെരുമാറണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഉണ്ണിമായ കവിതയുടെ കൈകളിൽ തലോടി. എനിക്ക് വല്ലാത്തൊരു പരവേശം. ഇവരൊക്കെ വലിയ ആളുകളല്ലേ, നമ്മൾ ഇവർക്ക് ചേർന്നവരാളോ? കവിത ഉത്കണ്ഠയോടെ ആ മുറിക്ക് ചുറ്റും ജനാലയുടെ അടുത്തേക്ക് നോക്കിയിരുന്നു. നിനക്ക് ചെറിയമ്പ്യാരില്ലേ? ചെറിയമ്പ്യാർക്ക് നീയും. അത് മതി, അതുമാത്രം ഇപ്പോൾ ഓർത്താൽ മതി. ഉണ്ണിമായ കണ്ണിറുക്കി കവിതയുടെ താടിയിൽ കൈവച്ചു. ഞങ്ങൾ ഇറങ്ങുകയാണ്. നാളെ രാവിലത്തെ ബസ്സിൽ എറണാകുളത്തേക്ക് തിരിക്കും. ഇരുവരും യാത്ര പറഞ്ഞ് മുറി വിടാൻ ഒരുങ്ങുന്നത് കണ്ട് കവിത നിന്ന് വിറച്ചു. നിങ്ങൾ പോവരുത്, എന്നാൽ ഞങ്ങളും നിൻ്റെ ഇവിടെ കിടക്കാം. ഉണ്ണിമായ ചിരിയോടെ പറഞ്ഞു. എടി പെണ്ണെ, നീ ഇപ്പോൾ പഴയ കവിതയല്ല, ഇലഞ്ഞിത്തറയിലെ പുതുസംബന്ധക്കാരിയാ. അതിൻ്റെ തലയെടുപ്പെങ്കിലും കാണിക്ക് കേട്ടോ. അല്ല, നിൻ്റെ ശൗര്യമൊക്കെ എന്തിയേ? ഉണ്ണിമായ അവളുടെ ഇരു കൈപ്പത്തിയിലും ഞെക്കി.
എനിക്കെന്തോ വല്ലാത്ത തളർച്ച. ആകെ കിളി പോയിട്ടുണ്ട്. കവിത തൂവാല കൊണ്ട് നെറ്റിത്തടം തുടച്ചു. പോയത് എന്തൊക്കെയാണെന്ന് ഫോണിൽ വിളിച്ച് എന്നെ അറിയിക്കണം. അയ്യോ, അത് കുത്താനൊന്നും എനിക്കറിഞ്ഞൂടാ. ഗോവണി ഇറങ്ങുന്നവരെ നോക്കി കവിത പറഞ്ഞു. അതൊക്കെ നിന്റെ ഭരതേട്ടൻ പഠിപ്പിച്ചു തരും. അപ്പോൾ ആദ്യ രാത്രി അടിച്ച് പൊളിക്ക്. നിമിഷ തിരിഞ്ഞു നിന്നൊരു ഫ്ലൈ കിസ്സും കൊടുത്തപ്പോൾ അത് ചാടിപ്പിടിക്കണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുന്നവളെ കണ്ടതും നിമിഷയ്ക്ക് ചിരി വന്നു. അവരുടെ കൂടെ വന്നവരൊക്കെ തിരികെ പോയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും വീട് അടുത്ത് തന്നെയായിരുന്നത് കൊണ്ട് വന്നവരൊക്കെ കാൽനടയായി അവരവരുടെ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. കൂട്ടുകാരിയെ വിട്ടിറങ്ങിയപ്പോൾ ഒരു കണ്ണീർ കടൽ ഞാൻ പ്രതീക്ഷിച്ചു. ഇലഞ്ഞിത്തറയുടെ ഗേറ്റ് എത്താനായപ്പോൾ നിമിഷ ഉണ്ണിമായുടെ തോളിൽ കൈയിട്ട് തിരക്കി. അവൾ ആ ആലയിലിരുന്ന് ഉരുകുന്നതിനേക്കാൾ 100 ഇരട്ടി നല്ലതല്ലേ ഇലഞ്ഞിത്തറ മഠത്തിലെ കുഞ്ഞാത്തോലായി വാഴുന്നത്. എനിക്കിനി അവളെ ഓർത്തൊരു ടെൻഷനുമില്ല. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ. ആ വാക്കുകളിൽ ഉണ്ണിമായുടെ മനസ്സറിഞ്ഞ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. കൂട്ടുകാരുമൊത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭരതനെ കാത്തു അവർ അല്പനേരം ഗേറ്റിനരികിൽ നിന്നു. ഇടയ്ക്ക് എപ്പോഴോ അവൻ്റെ നോട്ടം അവളിൽ പതിഞ്ഞതും അവളുടെ നോട്ടം അവനിൽ ആണെന്നറിഞ്ഞതും നാളെ കാണാമെന്നും പറഞ്ഞു സുഹൃത്തുക്കളെ യാത്രയാക്കി ഭരതൻ അവർക്കരികിലേക്ക് വന്നു. നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങുക. നാളെ തിരിച്ചു പോകാനുള്ളതാ. അവൻ്റെ ആ മൂളലിലും ഇനിയും എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് അവൾക്ക് തോന്നി. ഉണ്ണിമായ, ഇതായിരുന്നു എൻ്റെ ശരി. ആദ്യമായി അവൻ്റെ മിഴി നനയുന്നത് അവൾ കണ്ടു. ഇത് തന്നെയാണ് ചെറിയമ്പ്യാരുടെ ശരി. അവളുടെ മനസ്സറിഞ്ഞതിന് നന്ദി. പറയുമ്പോൾ വാക്കുകൾക്ക് വേണ്ടി അവൾ പരതി. നന്ദി പറയേണ്ടവൻ ഞാനല്ലേ? ഞാൻ അറിയാതെ പോകുമായിരുന്ന ഒരു പ്രണയത്തെ എനിക്ക് കാണിച്ചു തന്നതിന്. ഭരതനെ നോക്കി ഉണ്ണിമായ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ നോട്ടം തല ഉയർത്തി നിൽക്കുന്ന ആ തറവാട്ടിലേക്കുമെത്തി. തൻ്റെ അമ്മ അവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു. ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ? അവർ സംസാരിക്കട്ടെ എന്ന് കരുതി അപ്പുറം മാറി നിന്ന് മാവിലെ കിളിക്കൂട് നോക്കി നിൽക്കുന്നവളോടായി ഭരതൻ തിരക്കിയതും നിമിഷ അതേ എന്ന് തലയാട്ടി. പോയി കിടന്നോ? നാളെ വെളുപ്പിനെ എഴുന്നേൽക്കണം കേട്ടോ. കവിതയുടെ കൈകളിലേക്ക് പാൽ ഗ്ലാസ് നൽകുന്നതിനിടെ മേഘന ഓർമ്മപ്പെടുത്തി. അവൾ തലയാട്ടി മുൻപോട്ട് നടന്നു. റിസപ്ഷന് ഉടുക്കാനുള്ള സാരിയും ഫാൻസി ഐറ്റംസും നിങ്ങളുടെ അലമാരയിൽ കാണൂട്ടോ. കുളിയും പ്രാതലും കഴിഞ്ഞ് കവിതയെ ഒരുക്കാൻ ഒരു പെണ്ണ് വരും. മേഘന പറഞ്ഞതിനൊക്കെ തലയാട്ടി അവൾ പാൽ ഗ്ലാസ്സിൽ നിന്ന് പാൽ ചിന്തിപ്പോകാതെ മറുകൈ കൊണ്ട് പിടിച്ചു മരഗോവണി പടി പതിയെ കയറി. അവസാന പടിയും കയറി മുറിയിലേക്ക് പ്രവേശിക്കുന്നവളെ കണ്ണുരുട്ടി താഴെ നിന്ന് നോക്കി സൗപർണിക അടുക്കളയിലേക്ക് ചെന്ന്, അപ്സരസിനെ ആദ്യ രാത്രി ആഘോഷിക്കാൻ വിട്ടോ? അവരുടെ ആദവമായ വാക്കുകൾ ചെവി കൊള്ളാതെ മേഘന അടുക്കള ലൈറ്റ് അണച്ചു ഹാളിലേക്ക് ചെന്നു. നാളത്തെ കെട്ടിയൊരുക്കം കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ നമുക്ക് സ്വത്ത് വീതം വെപ്പാം. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ പട്ടണത്തിലൊരു വീട് പണിത് ഇവിടെ നിന്ന് മാറാം. എന്തിനീ പട്ടിക്കാട്ടിൽ കിടന്ന് നരകിക്കണം? സൗപർണിക മിഴി കൂർപ്പിച്ചു നിന്നു. ഞങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടത്തി. അമ്മയുടെ കാലം കഴിയും വരെ ഇവിടെ തന്നെ വേണമെന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത്. അവരെ ഗൗനിക്കാതെ മറുപടി നൽകി മേഘന അവരുടെ മുറിയിലെത്തി. സൗപർണിക അപ്പോഴും പിറകിൽ തന്നെയുണ്ട്. എവിടെ പോയാലും സൗപർണികയുടെയും വിശ്വനാഥൻ്റെയും കൂടെ പോകില്ലെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. ചെവിക്കൊരു സൗര്യവും കിട്ടില്ല, അത് തന്നെ കാര്യം. അമ്മയുടെ കാലം കഴിഞ്ഞാലേ പിന്നെ ഈ വീട് ഭരതന് സ്വന്തമാണ്. ഈ മഠത്തിൽ നിന്ന് നിങ്ങൾ അവനും അവളും കാട്ടി ഇറക്കും. ഒരു പുച്ഛച്ചിരിയുടെ അകമ്പടിയോടെ സൗപർണിക പറഞ്ഞപ്പോൾ അടിച്ചിറക്കുമ്പോഴല്ലേ അതപ്പോൾ നോക്കാമെന്നും പറഞ്ഞ് മേഘന മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു. പാൽ ഗ്ലാസുമായി കവിത മുറിയിലേക്ക് പ്രവേശിച്ചപ്പോഴേ കണ്ടു ബെഡിൽ തന്നെയും കാത്തിരിക്കുന്ന ഭരതനെ. അവനെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാതെ അവൾ ആ പാൽ ഗ്ലാസുമായി മുന്നോട്ട് വന്നു. ഭരതൻ എഴുന്നേറ്റ് അവൾക്ക് ആമുഖമായി നിന്ന് അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഇറകൊള്ളുന്ന കൈകളിലിരുന്ന് ഗ്ലാസ്സിലെ പാൽ അല്പം തൂവി. ഇങ്ങ് തന്നേക്ക്. അവളുടെ അങ്കലാപ്പും നിൽപ്പും കണ്ട് ഭരതൻ ആ ഗ്ലാസ് അവളുടെ കൈകളിൽ നിന്ന് വാങ്ങി മൂലയിലിരിക്കുന്ന മേശപ്പുറത്ത് വെച്ചു. പാലാരെടുത്തു തന്നു? ചെറിയേട്ടത്തി. അവൾ ഉടനെ മറുപടിയും കൊടുത്തു. തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടതും അവനത് അടച്ചു കുറ്റിയിട്ട് തിരിഞ്ഞു നോക്കി. നിതംബം വരെ തിങ്ങി നിൽക്കുന്ന മെടഞ്ഞിട്ട മുടിയിൽ നിറയെ പൂ ചൂടിയ പെണ്ണിൻ്റെ പിന്നാഗ് അവൻ ഒരു നിമിഷം ശ്രദ്ധിച്ചു.
എന്താടോ മുഖത്തൊരു വല്ലായ്മ? ഈ ആദ്യ രാത്രിയെക്കുറിച്ചൊരു നിഗമനം ഇല്ലാഞ്ഞിട്ടാണോ? ഇയാൾ പേടിക്കണ്ട, അതിപ്പോൾ എനിക്കുമില്ല കേട്ടോ. അവൻ ചിരിയോടെ ബെഡിലിരുന്നു. അതല്ല, എറണാകുളത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ണിമായ എനിക്കൊരു സാരി കൊണ്ടു തന്നിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്കും ചേച്ചിക്കും മക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. പാൽ ഗ്ലാസ് കൊണ്ടുവച്ചിടത്ത് നിന്നെടുത്ത് ഭരതന് കൊടുത്തു. അവനൊരു ചെറു മന്ദഹാസം തൂകി. അതൊക്കെ ശ്രവിച്ചിരുന്നു. പാൽ പകുതി കുടിച്ചു. അവൾ തന്ന സാരി റിസപ്ഷന് എടുക്കണമെന്ന് അവളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. സാരി തലപ്പ് കയ്യിൽ ചുറ്റി പറയുമ്പോൾ അവൾ ഭരതൻ്റെ ഭാവത്തെ വീക്ഷിച്ചു. അതിനാണോ മുഖത്ത് ഈ മ്ലാനത? ഉണ്ണിമായ തന്ന സാരി തന്നെ ഉടുത്തോ? നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോകൾ എടുത്ത് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചോ? ഭരതൻ അവളുടെ വലത് കരം പിടിച്ചു തൻ്റെ അടുത്തേക്ക് ഇരുത്തി. ബാക്കി പാൽ അവൾക്ക് നേരെ നീട്ടി. ഇവിടെ എടുത്ത സാരി പറയുമ്പോൾ അവളുടെ മിഴികൾ അലമാരയുടെ നേർക്ക് നീണ്ടു. അതൊന്നും സാരമില്ല, അത് ഇനി ഉടുക്കാലോ. ഇയാളുടെ എന്താഗ്രഹവും എന്നോട് പറയാം. അതിന് മടിക്കും വേണ്ട, പേടിക്കും വേണ്ട കേട്ടോടോ പൂമ്പാറ്റെ. അവളുടെ താട വലത് കരം കൊണ്ട് പിടിച്ചുയർത്തി. സമയമേറെയായി, നമുക്ക് കിടക്കണ്ടടോ. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നയുടൻ റിസപ്ഷന് ഒരുങ്ങണം. ഒന്ന് ഓർമ്മപ്പെടുത്തി ഭരതൻ അവളുടെ ഇരു ചുമലിലും കരമമർത്തി. വിശേഷങ്ങൾ പങ്കുവെച്ച് ജീവിക്കാൻ ഒരായുസ് മുഴുവൻ നീണ്ടു കിടക്കലടോ. ഭരതൻ്റെ വാക്കുകൾ അവളുടെ മിഴികൾ നനച്ചു. പതിയെ വലിച്ചവൻ അവളെ നെഞ്ചിൽ കിടത്തി. അവൻ്റെ ചൂടുള്ള ഇടം നെഞ്ചിൽ അവളുടെ കവിൽ പതിഞ്ഞു. താനേറെ ആഗ്രഹിച്ച ഹൃദയതാളം അവളുടെ തൊട്ടരികിൽ ഉണ്ടെന്നോർക്കെ മനസ്സ് സന്തോഷം കൊണ്ട് പിടഞ്ഞു. വശ്യമായ മുല്ലപ്പൂ ഗന്ധം ആ മുറിയാകെ പടർന്നിരുന്നു. അവളുടെ ചുമലിൽ കൈകൾ ഓടിച്ചു. അവനവളെ തന്നിലേക്ക് ഇറുകിപ്പുണർന്നു. കവിതയെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ മിഴികളിലേക്ക് നോക്കവേ അവൻ ആ വിരൽ കൊണ്ടവളുടെ ചുണ്ടിൽ തലോടി. മീച്ചു നിൽക്കുന്ന അവളുടെ കണ്ണുകൾ നാണം കൊണ്ട് വിറച്ചു. മൃദുവായി അവളെ വാരി പുണർന്നവൻ ഒരു വേള അവനിലേക്ക് ആയിന്നിറങ്ങി ചുംബിച്ചു മടങ്ങാൻ ആ മനം മോഹിച്ചെങ്കിലും അവൻ പൊതിഞ്ഞു പിടിച്ച ഉന്മാദ ആലസ്യത്തിൽ അവൾ വാടിത്തളർന്നു. അവളെ തന്നിലേക്ക് അമർത്തി അവളുടെ കഴുത്തിലൂടെ അവൻ മുഖം വെച്ച് സഞ്ചരിച്ചു. ഒരു പിടച്ചിലിൽ പ്രതികരിക്കുന്ന ആ പെണ്ണുടലിനെ പതിയെ തലോടി ഇരുവരും ബെഡിലേക്ക് ചാഞ്ഞു. നേരം പരപരാ വെളുക്കുന്നേ ഉള്ളൂ. കവിത പതിയെ മിഴി തുറന്നു. അമ്പലത്തിൽ നിന്നുള്ള ഗാനം ഉച്ചത്തിൽ മുറിയിലേക്ക് കേൾക്കാം. വീട്ടിൽ നിന്ന് ഇത്രയും അടുത്ത് കേൾക്കില്ല എന്നവൾ ഓർത്തു. എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഭരതൻ്റെ ബലമുള്ള കൈ അവളുടെ നെഞ്ചിൽ പതിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. തിരിഞ്ഞു കിടന്നു അവൾ അവനെ നോക്കി. കുഞ്ഞു പൈതൽ പോൽ നിഷ്കളങ്കമായ മുഖം അവൾ ഇരു കൈക്കുമ്പിളിലെടുത്തു. അവൻ്റെ നെറ്റിയിൽ അവളുടെ അധരങ്ങൾ പതിഞ്ഞു. ഒരിക്കലും നിരീക്ഷിച്ചിട്ടില്ലാത്ത ചെറിയമ്പ്യാരുടെ പ്രണയാനുരക്തി ഭാവങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഓർമ്മയിൽ അവളുടെ ദേഹം കുളിരണിഞ്ഞു. അവളെ ത്രസിപ്പിക്കും വിധം അവനിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ളൊരാണൊരുത്തൻ. ദൃഢമായ ആ നെഞ്ചിൽ മൃദുവായി തലോടി എഴുന്നേറ്റപ്പോളാണ് മനസ്സിലായത് ദേഹത്തൊരു തുണി പോലും ഇല്ലെന്ന്. ഞെട്ടലോടെ അവൾ പിറകിൽ കിടക്കുന്നവനെ നോക്കിയതും അവൻ മിഴികൾ തിരുമ്മി എഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തൻ്റെ നഗ്നമേനി അവൻ ഇനിയും കാണും മുമ്പേ അവൾ ബെഡിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് കൊണ്ട് നെഞ്ചിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ദേഹത്ത് ചുറ്റി. അവളുടെ ആ പ്രവൃത്തി കണ്ടവന് ചിരി പൊട്ടി. എന്തോ കള്ളത്തരമുണ്ടല്ലോ കവിത പെണ്ണിന്. അവൾ എന്താണ് ഒളിപ്പിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അവളുടെ കുസൃതികൾ കാണാൻ വേണ്ടി അവൻ ആ ബെഡ്ഷീറ്റ് പിടിച്ചു വലിച്ചു. ഞൊടി വേഗത്തിൽ അവളും ആ ബെഡ്ഷീറ്റിൽ പിടുത്തമിട്ടു. കവിതയുടെ മുഖത്ത് നാണത്തിൻ്റെ നേരിയ ചുവപ്പ് പടർന്നിരുന്നു. അവൻ്റെ കണ്ണുകളിലെ കുസൃതി നിറഞ്ഞ നോട്ടം അവൾ കണ്ടു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ ബെഡ്ഷീറ്റിൻ്റെ ഒരറ്റം പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. അവൾ പെട്ടെന്ന് ബെഡ്ഷീറ്റിൽ കൂടുതൽ മുറുകെ പിടിച്ചു. തുടരും. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ദിവസം. താങ്ക് യു.